സാമുവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം. ദാവീദും സീബായും. ദാവീദ് മലകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫീഷോണിൻ്റെ ദാസനായ ഷീബയെ കണ്ടുമുട്ടി. അവൻ്റെ അടുക്കൽ 2 കഴുതകളുണ്ടായിരുന്നു. അവയുടെ പുറത്തിരുന്ന് 200 അപ്പവും 100 ഉണക്കമുന്തിരിയും 100 കുല വേനൽക്കാല ഫലവും 1 തോൽക്കുടവും വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സിബിയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിൻ്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും അത്രേ. സീബ പറഞ്ഞു, നിൻ്റെ യജമാനൻ്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറുസലേമിൽ പാർക്കുന്നു. തൻ്റെ പിതാവിൻ്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സിബിയോട് കൽപ്പിച്ചു, ഇതാ മെഫീബോശെത്തിനുള്ളതെല്ലാം നിൻ്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസൻ്റെ മേൽ അങ്ങയുടെ പ്രീതി ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദാവീദും ഷിമയും. ദാവീദ് രാജാവ് ബഹ്റൂണിലെത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഗേരയുടെ മകൻ ഷിമായി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറത്തു വന്നു. അവൻ ദാവീദിനെയും ദാസന്മാരെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിൻ്റെ ഇടതും വശത്തു നിന്നു. ഷിമയെ ശപിച്ചുകൊണ്ട് പറഞ്ഞു, കൊലപാതകി, നീജ കടന്നുപോകൂ. സാവൂളിൻ്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിൻ്റെ മകൻ അബ്സലോണിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. നിൻ്റെ നാശം അടുത്തു. നീ രക്തം ചൊരിഞ്ഞവനാണ്. ഇപ്പോൾ യെസൂരിയുടെ മകൻ അബീഷായി പറഞ്ഞു, ഈ ചത്തപ്പട്ടി എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നുവോ? ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ. എന്നാൽ രാജാവ് പറഞ്ഞു, യെസൂരി പുത്രന്മാരെ, നിങ്ങൾക്ക് എന്ത് കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും? ദാവീദ് അബീഷായിയോടും തൻ്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുമെന്നതിൽ പിന്നെ എന്തത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു. മലമുകളിൽ ദാവീദിൻ്റെ വഴിക്ക് സമാന്തരമായി ഷിമയിലും നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരി എറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാജാവും കൂടെയുള്ളവരും ക്ഷീണിതനായി ജോർദാനിലെത്തി. അവർ അവിടെ വിശ്രമിച്ചു. അബ്സലേമും കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറുസലേമിലെത്തി. അഹീഥോയും കൂടെ ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ വിശ്വസ്ത സുഹൃത്ത് അർഹീനായ ഹൂഷായി അബ്സലോണിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. അബ്സലോം അവനോട് ചോദിച്ചു, നിൻ്റെ സുഹൃത്തിനോടുള്ള വിശ്വസ്തത ഇങ്ങനെയോ? അവനോടുകൂടി പോകാത്തതെന്ത്? ഇല്ല, കർത്താവും ഈ ജനവും ഇസ്രായേലിനും തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ ഭാഗത്തത്രേ ഞാൻ അവനോടുകൂടി നിൽക്കും. എൻ്റെ യജമാനൻ്റെ മകനല്ലേ അല്ലാതെ ഞാൻ ആരെ സേവിക്കും? നിൻ്റെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ നിന്നെ സേവിക്കും. ഹൂഷായി മറുപടി പറഞ്ഞു. അപ്പോൾ അബ്സലോം അഹീഥോഫേലിനോട് പറഞ്ഞു, നമ്മളെന്ത് ചെയ്യണം? നിനക്കെന്ത് തോന്നുന്നു? അവൻ അബ്സലോമിനോട് പറഞ്ഞു, കൊട്ടാരം സൂക്ഷിക്കുവാൻ എൻ്റെ പിതാവ് വിട്ടുപോയ അവൻ്റെ ഉപനാരികളുമായി ശയിക്കുക. അങ്ങനെ നിൻ്റെ പിതാവിൻ്റെ വെറുപ്പിന് നീ പാത്രമായെന്ന് ഇസ്രായേൽ അറിയും. നിൻ്റെ അനുയായികൾക്ക് ഇത് ധൈര്യം കൊടുക്കും. അവർ അബ്സലോമിന് കൊട്ടാരത്തിന് മുകളിൽ ഒരു കൂടാരമൊരുക്കി. അവിടെ ഇസ്രായേൽക്കാർ കാണുക അബ്സലോം തൻ്റെ പിതാവിൻ്റെ ഉപനാരികളെ പ്രാപിച്ചു. അക്കാലത്ത് അഹീഥയോൻ നൽകിയ ഏതൊരു ഉപദേശവും വെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു.
ദാവീദും അബ്സലോമും അവൻ്റെ ഉപദേശം അത്ര വിലമതിച്ചിരുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. സമാധാനവും ശാന്തിയും ശക്തിയും നൽകണമേ, ആശ്വാസം നൽകണമേ, എപ്പോഴും എപ്പോഴും എന്നേ